പക്ഷേ എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട, അതേ ഞാൻ പറയുന്നുള്ളൂ. അത് തന്ത്രിയിൽ ഒതുക്കാൻ നോക്കരുത്. കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ട് എന്തായി? തന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഓരോ വിഷയത്തിലും പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അത് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയുമൊന്നുമില്ല. ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് മന്ത്രിമാരായിരിക്കുന്നത്? അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ സംവിധാനത്തിൽ. ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ? ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. ഞങ്ങൾ ഏതായാലും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും ശ്രമം നടന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 20-ാം തീയതി നിയമസഭ കൂടുന്ന ദിവസം നിയമസഭ മാർച്ചുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. കാര്യങ്ങൾ വീക്ഷിച്ച് വേണ്ടി വന്നാൽ അതിശക്തമായിട്ടുള്ള സമരം കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗത്തുണ്ടാവും. അല്ല, അത് തന്ത്രിയിൽ ഒതുക്കാൻ നോക്കരുത്. ഞാൻ ചോദിക്കുന്നത്, കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ട് എന്തായി? അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലേ? ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നത് ഒരു മന്ത്രിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ട ശരിയും തെറ്റുകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് SIT കോടതിയിൽ പറയേണ്ട കാര്യമാണ്. ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിച്ചു എന്ന് കരുതണ്ട. ബിഹൈൻഡ് ദ കർട്ടൻ ഇനിയുണ്ട്, അതും കൂടെ പുറത്തു വരണം. എങ്ങനെ? അല്ല, അതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയട്ടെ, കോടതിയിൽ തെളിയട്ടെ. ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട, അതേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ചില മാധ്യമ വാർത്തകൾ തന്നെ പറയുന്നത് സർക്കാരിന് അനുകൂലമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും SIT-യിൽ നുഴഞ്ഞു കയറിയെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ കയറി എന്നുള്ളതും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ല, ഹൈക്കോടതി പറഞ്ഞെന്താ, ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴല്ലേ പിന്നെയും ഉണർന്നത്. ഇത് ചില വണ്ടികൾ പെട്ടെന്ന് പോയിട്ട് നിർത്തുമ്പോൾ പിന്നൊന്ന് ഉന്തി കൊടുത്ത് സ്റ്റാർട്ടാക്കുന്ന പോലെ, ബാറ്ററി ഡൗണായ വണ്ടിയെ പോലെയാണ് SIT പ്രവർത്തിക്കുന്നത്. ഇടയ്ക്ക് ഹൈക്കോടതി ഒന്ന് ഉന്തി കൊടുത്താലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ, വീണ്ടും ഡൗൺ ആവുന്നുണ്ട്. ഹൈക്കോടതി എന്തിൻ്റെയാണ് തൃപ്തി എന്ന് പറഞ്ഞത്? ആദ്യം അസംതൃപ്തി പറഞ്ഞ് പിന്നെയും കുറച്ച് ആക്ഷനിലേക്ക് നീങ്ങിയപ്പോഴാണ് ഹൈക്കോടതി ശരി മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞത്. അല്ലാതെ പൂർണ്ണ തൃപ്തി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അത് മന്ത്രിമാരുണ്ടാക്കുന്ന കളക്കഥയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്ക, ക്ഷേത്രത്തിൻ്റെ പള്ളിയുടെയും വരുമാനം, ഇതൊക്കെ ആര് കൊള്ളയടിച്ചാലും ഞങ്ങളതിനെ അംഗീകരിക്കില്ല. അതിനെ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് തടയപ്പെടണം. ഈ തന്ത്രിയുടെ അറസ്റ്റ് ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ തന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു പദവി, അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പുനർചിന്തനം വേണ്ടി വരില്ല ഈ മാറിയ കാലത്ത്? ഞാൻ പറയും, 1-2 പേർക്കെതിരെ ആരോപണം വന്നതെന്ന് ചോദിച്ചാൽ അവർ മുഴുവൻ മോശക്കാരാണോ? മുമ്പ് ഒരു തന്ത്രിക്കെതിരെ ഒരു പരാതി വന്നല്ലോ, എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ.
അതേ വ്യക്തിയെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിന് വിളക്ക് തെളിയിപ്പിച്ചത് മുഖ്യമന്ത്രി. അതും കൂടെ നോക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു തന്ത്രിക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹത്തിനെ താന്ത്രിക പ്രവൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിനെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിന് വിളക്ക് കത്തിച്ച്. അപ്പോൾ എന്താ തന്ത്രി നല്ല ആളായോ? പിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത തന്ത്രിയെ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമായ ആളാണ്. സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ അവിടെ ശുദ്ധീകരണം നടത്തിയതിന് അദ്ദേഹത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഏതായാലും ഒറ്റ കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ. എങ്ങനെ? ഞാൻ പറയാം, ആചാരാനുഷ്ഠാനങ്ങൾ സർക്കാർ ലംഘിച്ചാൽ അവിടെ തന്ത്രിക്ക് ഇടപെടണം. ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്ത്രിയുടെ ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അന്ന് തന്ത്രി എടുത്ത തീരുമാനം ശരിയായിരുന്നു. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. അതിൻ്റെ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലൊരു താന്ത്രിക വിദ്യകളിൽ വീഴ്ച വരുത്തിയാൽ മാറ്റി നിർത്തും ആ പ്രവൃത്തിയിൽ നിന്ന്. അങ്ങനെ മാറ്റി നിർത്തിയ ഒരു മുൻ തന്ത്രിയാണ് അയ്യപ്പ സംഗമത്തിന് വിളക്ക് കത്തിച്ചത്. തീർച്ചയായിട്ടും യഥാർത്ഥ കള്ളന്മാർ പുറത്ത് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി അന്നകത്താക്കേണ്ടവർ അന്നകത്താക്കും. ഇന്നകത്തായില്ലെങ്കിൽ ശരി.